നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് നമ്മളിപ്പോൾ മുതലെങ്കിലും കെയർ ചെയ്തില്ലെങ്കിൽ ആരെപ്പോൾ നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിസ്സാരമല്ല മാനസികാരോഗ്യം. ഫുൾ HD ഫോർമാറ്റിലേക്ക് ക്രൈം സീനുകൾ, ലോകത്ത് നടക്കുന്ന സിറ്റുവേഷൻസ്, കൊലപാതകങ്ങൾ, ഇതൊക്കെ ഈ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് നമ്മുടെ കുരുന്നു മനസ്സുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ സൈക്കോളജിക്കലിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ചെറിയ ക്ലാസ് മുതലേ കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ ഈ നിസ്സാര പ്രശ്നങ്ങൾക്ക് ഈ കെട്ടിടത്തിന് മേളിൽ നിർത്തിയാടുന്ന കേസുകളും ജീവനൊടുക്കുന്ന കേസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എത്രയോ ആളുകൾ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടെന്നറിയോ. അവർക്ക് രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്, പക്ഷേ അവർക്ക് പിരിയണം, രണ്ടിലൊരാൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരാരും ജ്യൂസ് കൊണ്ടല്ല വന്നത്, സൈക്കോളജിനും ജ്യൂസ് തന്നിട്ടില്ല, പരസ്പരം കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും പോസിറ്റീവായിട്ട് മാറുകയാണ്, അല്ലാണ്ട് വെടിവെച്ച് കൊള്ളുകയോ ഒഴിവാക്കപ്പെടും. അപ്പോൾ ഇത്തരം മോഡലുകൾ സമൂഹത്തിലേക്ക് വർദ്ധിച്ചു വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമൂഹത്തിന് മാനസികാവസ്ഥ മാറിയിട്ടുണ്ട്. ഫ്രീഡത്തിൻ്റെ ഡയമെൻഷനിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടത് താൻ ആരാണ്, തൻ്റെ കപ്പാസിറ്റീസ് എന്താണ്, തൻ്റെ ടാലൻസ് എന്താണ്, താൻ എവിടെയാണ് എത്തേണ്ടത്, താൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ലെവലിലേക്ക് ഒരു ഓറിയൻറ്റേഷൻ സമൂഹത്തിൽ വരുന്ന ഇത് ട്രെൻഡായി മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ എന്നാൽ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും തോന്നിക്കുന്നതും അതുതന്നെയാണ്. ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് വിപിൻ വി റോൾഡൻ. സർ, നമസ്കാരം. നമസ്കാരം. സാറിന് എന്താ പറയുക, ഈ ഒരു സമയത്ത് പെർട്ടിക്കുലർലി ഇവിടെ വിളിക്കാൻ എന്താവും കാരണം ഉണ്ടാവുമെന്ന് സാറിന് അറിയാം. നമ്മൾ ഡെയിലി രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഇന്ന് എന്ത് മോശം വാർത്ത കണ്ടുകൊണ്ട് എണീക്കാതിരിക്കാൻ പറ്റാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എണീക്കേണ്ട ഒരു അവസ്ഥയാണ്. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഇത് തന്നെ അവസ്ഥ. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ കേൾക്കുന്നത് വളരെ സ്ട്രേഞ്ചായിട്ട് വരെയുള്ള ഒരുപാട് ക്രിമിനൽ കേസസ്. അതും നമ്മൾ പറയുന്ന പോലെ അയാളൊരു വളരെ കാലങ്ങളായിട്ടുള്ളൊരു ക്രിമിനലാണെന്ന് പറയുന്ന ഒരാളോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളെ പോലെ എന്ന് കരുതുന്ന അല്ലേ അങ്ങനത്തെ ആളുകളാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഉമ്മയോ ഒരു മകൻ കൊന്നൊരു കേസ്, ഒരു ചെറുപ്പക്കാരൻ തൊട്ട വീട്ടിലുള്ള ആളുകളെ അങ്ങ് നടന്നു ചെന്ന് അല്ലേ അങ്ങ് കൊല്ലുകയാണ്. അതൊക്കെ ഈസിയാണ്. അപ്പോൾ അയാളെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറയുന്നുണ്ട് അയാൾ പിന്നെ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അയാളുടെ മൈൻഡ് സെറ്റ് ഓക്കെയാണ്, അയാൾക്ക് മെൻ്റൽ ഹെൽത്തിന് പ്രശ്നമില്ല എന്നൊക്കെ. പിന്നെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമുക്കിതിൻ്റെ ഡെഫിനിഷൻസൊക്കെ കുറേ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ നോർമൽ ഈസ് ദ ആവറേജ് എന്ന് പറയുന്ന ഒരു ലെവലിൽ ഉണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ എല്ലാ ആളുകളും ഒരു പ്രത്യേക സ്വഭാവം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പഴയൊരു ഒരു ഗെയിം എടുക്കാം. ഒരു സൊസൈറ്റി എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ കളിക്കാത്തൊരു 5 പേരുണ്ടെങ്കിൽ ഇവർ അബ്നോർമലാണ് ആ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സിനിമ എടുത്താലും നമുക്ക് നോവലുകളിലേക്ക് പോയാലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾക്കിപ്പോൾ ആൾക്കാർ കാണുകയും റെഫർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കേസുകൾക്കകത്തും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലത്ത് നമ്മൾ നോക്കുമ്പോഴും ആളുകൾക്ക് സഹാനുഭൂതി, ക്ഷമ, നന്മ, കരുണ തുടങ്ങിയ സംഭവങ്ങളെക്കാൾ കൂടുതൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ ആളുകൾക്ക് കാണേണ്ടി വരുന്ന ഈവൻ കമ്പ്യൂട്ടർ ഗെയിംസ് പോലും എല്ലാം നമുക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന എല്ലാം യുദ്ധമാണ്, ടെററാണ്, കൊലപാതകങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു അഡ്വഞ്ചറസ് സ്റ്റോറി തന്നെയാണ്. എല്ലാത്തിനകത്തും പോകുന്ന ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ വരുമ്പോഴേക്കും ആളുകളെ കൊല്ലുന്നത് അല്ലെങ്കിൽ ആളുകൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നത്, ജീവഹാനിയിലേക്ക് സംഭവിക്കപ്പെടുന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെയും നോർമലാണെന്ന പോലെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട് ആളുകൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള സൈക്കോതെറാപ്പികൾ വരെയുണ്ട്. ഈ സൊല്യൂഷൻ ഫോക്കസ് ചെയ്ത് പരസ്പരം ക്ഷമിച്ച് പരസ്പരം സ്നേഹിച്ച് സോൾവ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ഒരു മാനവികമായ സന്ദേശം മറന്നിട്ട് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അല്ലെ അടിക്ക് തിരിച്ചടി അല്ലെങ്കിൽ പ്രതികാരം എന്ന് പറയുന്ന സംഭവങ്ങൾ ഇത് അറിഞ്ഞോ അറിയാതെയൊക്കെ ഇവരുടെ ആളുകളിലേക്ക് വരികയാണ്. അത് ബ്രേക്കപ്പിൻ്റെ കേസുകൾ വരാറുണ്ട്, അയൽ തർക്കങ്ങളുടെ കേസ് വരാറുണ്ട്. ഇയാളെ അങ്ങ് ഇല്ലാണ്ടാക്കിയേക്കാം എന്ന ലെവലിലേക്ക് മനുഷ്യജീവന് വിലയില്ലാത്ത തരങ്ങളിലേക്കൊക്കെ ഒരു മൈൻഡ് സെറ്റ് പരക്കുന്നുണ്ട്.
അത് സിനിമയുടെ കുറ്റമാണെന്നോ സമൂഹത്തിൻ്റെ കുറ്റമാണെന്നോ ഒന്നുമല്ല ഒരുപക്ഷെ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് സിനിമയിലും ശക്തമായിട്ട് വരുന്നുണ്ട്, സമൂഹത്തിനും പല ഇടപെടലുകൾ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് നമ്മളിപ്പോൾ മുതലെങ്കിലും കെയർ ചെയ്തില്ലെങ്കിൽ ആരെപ്പോൾ നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിസ്സാരമല്ല മാനസികാരോഗ്യം. മാനസിക രോഗം ബാധിക്കപ്പെടുന്ന തലമെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ചിന്താധാരകൾ ഉണ്ടാകുന്ന മാറ്റം വരുമ്പോൾ അവർ ചിന്തിക്കപ്പെടുന്നതെല്ലാം തന്നെ ടെററാവുന്നു, നെഗറ്റീവ് ആവുന്നു. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് മകൻ അമ്മയെ കൊല്ലുന്നതും, അല്ലെങ്കിൽ അച്ഛൻ മകനെ വധിക്കുന്നതും, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതും, എന്താ ഒരു കാൽ ചിക്കന് വേണ്ടി സുഹൃത്തുക്കൾ ഏറ്റുമുട്ടി അവരിലൊരാൾ കൊല്ലപ്പെടുന്നു ഒക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ചിരിക്കണോ കരയണോ എന്നുള്ള രീതിയിലേക്ക് മനഃശാസ്ത്രജ്ഞർ നിന്ന് പോവുകയാണ്. സാമൂഹ്യ മാനസിക അവസ്ഥ, മാനസിക ഒരു ബലം അല്ലെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെയൊക്കെയുള്ള അടിസ്ഥാന കാരണം. അത് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് ഡോക്ടർക്ക് ഇത്ര രൂക്ഷമായതാട്ടോ, അല്ല ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ടാവും, ഉറപ്പായിട്ടും വേണ്ടി വരുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അതല്ല, ഇപ്പോൾ നമ്മളൊരു ഗ്രീഷ്മ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് അത്തരം എന്താ പറയുക ധാരാള വികാരങ്ങൾ കൂടുതലായിരിക്കും എന്നാണ് പറയുക. അവളിലൊരു അമ്മയും അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഭാവന ഉണ്ടല്ലോ, അങ്ങനെ പറയും. പക്ഷേ ഈ കുട്ടിക്ക് ഒരു കുറ്റബോധവും ഇന്നും ഇല്ല. ആ കുട്ടി ചെയ്തത് എന്തോ വളരെ ശരിയായ ഒരു കാര്യം. അപ്പോൾ ആ കുട്ടി വെൽ പ്ലാൻഡ് ആയി കുറേ കാലമായിട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ ഈ ക്രൈം ഫോം ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറുമായിട്ടുള്ള പരിചയത്തിൻ്റെ കാലം മുതൽ ഡോക്ടറെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നം അതിൽ വളരെ കാര്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഋതു എന്ന് പറയുന്ന ഈ പയ്യനാണെങ്കിലും അപ്പോൾ നമ്മളെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ, ഇപ്പോൾ വീഡിയോ ഗെയിമിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഗെയിമിലേക്കും ഇപ്പോൾ എല്ലാവരെയും നമ്മൾ അതിലേക്ക് കൊണ്ട് എത്തിക്കുന്നതല്ലല്ലോ, നമ്മൾ കൊണ്ട് കൊടുക്കുന്നതല്ല. അട്രാക്റ്റ് ആവുമ്പോൾ ഇപ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്ന പോലത്തെ ഗെയിംസ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് മാത്രം അട്രാക്റ്റ് ആയി പോകുന്നു. ഡോക്ടർ ഈ ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ചും ഒക്കെ അതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളുമാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ വന്ന എന്ത് മാറ്റമായിരിക്കാം ഇപ്പോൾ വരുന്നൊരു ജനറേഷനെ ശരിക്കും ഇങ്ങനെ ആക്കി തീർക്കുന്നത്? അത് നമ്മുടെ പങ്കുണ്ടോ, എത്രത്തോളം ഉണ്ട് പാരൻസ് എന്ന രീതിയിലൊക്കെ? തീർച്ചയായും ചോദ്യം വളരെ ഗഹനമായ ചോദ്യമാണ്, വളരെ ഇൻ്റലിജൻ്റായ ചോദ്യമാണ്. നമുക്ക് എൻ്റെ ഉത്തരങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഒരൊറ്റ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ രീതികളെല്ലാം വർഷങ്ങൾ കൊണ്ട് ഒരു പരിണാമത്തിന് വിധേയമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെയും നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയയുടെ തന്നെ ഇൻഫ്ലുവൻസ് വരുമ്പോഴേക്കും മുൻപ് നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നം നമ്മളിലേക്ക് എത്തുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ ഒരു ന്യൂസായിട്ട് മാത്രം അല്ലെങ്കിൽ ഒരു വാർത്ത മാത്രമായിട്ട് കേൾക്കപ്പെടുന്നതിന് പകരം ഫുൾ വിഷ്വലായിട്ട് ഒരു മൾട്ടി സെൻസറി ആക്സിൽ എന്ന് പറയുമ്പോൾ കാണാൻ, കേൾക്കാൻ, അതിൻ്റെ ഫീല് കിട്ടാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഫുൾ HD ഫോർമാറ്റിലേക്ക് ക്രൈം സീനുകൾ, ലോകത്ത് നടക്കുന്ന സിറ്റുവേഷൻസ്, ബോംബ് സ്ഫോടനങ്ങൾ, കൊലപാതകങ്ങൾ, ഇതൊക്കെ ഈ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് നമ്മുടെ കുരുന്നു മനസ്സുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇനിയും നടക്കാനുണ്ട്. അതായത് നമ്മളുടെ മുൻപുണ്ടായിരുന്ന സ്റ്റഫ് ഒരിക്കലും എവിടെയോ ഒരു ആക്സിഡൻറ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു, അതിൻ്റെ പത്രവാർത്തകളാണ്. ഈ പത്രവാർത്തകൾ എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഉള്ളൂ. പിന്നീട് TV ചാനലിലേക്ക് വന്നപ്പോൾ നമുക്കൊരു ചാനലുകൾ തമ്മിൽ മനസ്സിലായപ്പോൾ ലൈവ് ഇൻറ്ററാക്ഷൻസ് ലൈവായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു നാട്ടിൽ ഒതുങ്ങി തീരേണ്ടിയിരുന്ന ഒരു കൊച്ചു സംഭവത്തെ നമുക്ക് വേറെ ഏതോ നാട്ടിലുള്ള ആളുകൾക്ക് അതൊരു മാതൃകയായിട്ട് മാറുകയാണ്. നമ്മുടെ മനസ്സ് പല രീതിയിലാണ് വർക്ക് ചെയ്യുക. ചില ആളുകൾ അയ്യോ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, കഷ്ടമായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ വേറെ ചില ആളുകൾ ഇങ്ങനൊരു മോഡലുണ്ടല്ലേ, ഈ രീതിയിലും ചെയ്യാമല്ലേ. അപ്പോൾ അതിനൊരു ഏറ്റവും എക്സാമ്പിളാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ലിവിങ് റിലേഷൻഷിപ്പിൽ കഴിഞ്ഞിരുന്ന ചില ആളുകൾ അതിലൊരാൾ വേറൊരാളെ വധിക്കുന്നു, മൃതദേഹം സൂട്ട് കേസിലാക്കുന്നു. ഞാൻ തന്നെ പത്രത്തിൽ 10-15 സൂട്ട് കേസുകൾ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ സൂട്ട് കേസുകാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടാകുന്ന ഒരു സൂട്ട് കേസ് മാറ്റർ വേറെ ആരോ കേട്ട് കഴിയുമ്പോഴേക്കും അയാളും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. അയാൾ അതുപോലൊരു മൃതദേഹം പലതാക്കുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമുക്കൊരു പലപ്പോഴും ജീവൻ ഒടുക്കുന്നതിനെക്കുറിച്ചാണെങ്കിൽ പോലും ആളുകൾക്കുള്ള ചില മോഡലുകളുണ്ട്. ഈ മോഡലുകളൊക്കെ ഇവരെ ആൾക്കാരെ കോപ്പി ചെയ്യപ്പെടുന്നതാണ്. അപ്പം നമ്മൾ എന്ത് കണ്ടാലും മനുഷ്യ മനസ്സത് സ്വീകരിക്കും, അതിനെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കും. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നേരെ മുറിയടച്ചിട്ട് അതിലേക്കോ അല്ലെ വഴിയിലേക്ക് ഇറങ്ങിയാൽ ട്രെയിൻ തേടി പോവുകയോ ഒക്കെ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ ആരൊക്കെയോ ചെയ്തിരിക്കുന്നു. ഈ മോഡലിന് പകരം
എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും ഒരു ബുക്ക് എഴുതിയിരുന്നു, ആത്മഹത്യ ചെയ്യാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരിക്കെ ആത്മഹത്യ ചെയ്യാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ അനുഭവക്കുറിപ്പുകൾ. ഈ പുസ്തകം ബെസ്റ്റ് സെല്ലർ ആയോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ പുസ്തകം എല്ലാ വീട്ടിലും ഉണ്ടാവേണ്ടതാണ്. കാരണം ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ എത്തിയതാണ്. പക്ഷേ തിരിച്ചു പോകണം തോന്നി, ഞാൻ തോറ്റു കൊടുക്കണം ഉണ്ടായെന്ന് എനിക്ക് തോന്നി, ജീവിതത്തിലേക്ക് ശക്തമായി വരണം തോന്നി. കാരണം ജീവൻ എടുക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തോൽവിയാണ്, പോരാടുന്നതാണ്, തിരിച്ചു വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്നൊക്കെയുള്ള തോന്നലുകൾ സന്നിവേശിപ്പിക്കുന്ന ബുക്കുകളാണിതെല്ലാം. ഇത്തരത്തിലുള്ള ബുക്കുകൾ എത്രയുണ്ട്, ഇത്തരത്തിലുള്ള എത്ര സിനിമകളുണ്ട് നമുക്ക്, ഇത്തരത്തിലുള്ള സീരിയലുകൾ നമുക്കുണ്ടോ, നോവലുകളുണ്ടോ? അപ്പോൾ കാരണം എന്ന് വെച്ചാൽ കഥയ്ക്കൊരു രസം കിട്ടണമെങ്കിൽ നമുക്കൊരു ക്രൈം നടക്കണം. അങ്ങനെ വന്ന് പാനിമൽ പോലത്തെ സിനിമകൾ, അല്ലെങ്കിൽ പിന്നീട് മാർക്കോ പോലുള്ള സിനിമകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അവരെ ഒരു വ്യവസായ നിലയിൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സിനിമ ഇറക്കി, പക്ഷേ ഇതൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, സോഷ്യൽ സൈക്കോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള തീമുകൾ ചെയ്യുമ്പോൾ സംവിധായകനും പ്രൊഡ്യൂസർക്കും അടക്കമുള്ള എല്ലാ ആളുകൾക്കും കലയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു സിനിമ പോലുള്ള സാധനങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്ന അതിശക്തമായിട്ടുള്ള ഹിപ്നോട്ടിക് എഫക്ട്സ് കൊടുക്കുന്ന കലാരൂപങ്ങളാകുമ്പോൾ ആളുകൾ മത്സരിച്ച് കൊലപാതക സീനുകൾ കൂടുതലുള്ള സിനിമകൾ പുറത്തിറക്കപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വേൾഡ് വൈഡായിട്ട് നടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും വന്ന് പിന്നെ നമ്മൾ ലോകത്ത് നടക്കുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ ഒക്കെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനുഷ്യന് ഈ എന്താ പറയുക, പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ജീവൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് കഠിനമായി പോകുന്നുണ്ട്. അത് യൂത്ത് കഠിനമാകുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത് അമ്മയ്ക്കെതിരെയാവുന്നു, അച്ഛനെതിരെയാവുന്നു, മക്കൾക്കെതിരെയാവുന്നു. ഇത് കുട്ടികളുടെ ചെറുപ്പക്കാരനെ മാത്രമല്ല, മുതിർന്നവരും ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ പോലെ ക്ഷമിച്ച് സോൾവ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂവിന് പകരം അടിച്ചു തീർക്കലാണ്. അത് ട്രെൻഡ് മാറുന്നു. അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നത് കഴിവില്ലായ്മ പോലത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ തിരിച്ചാണ്. ഈ കൊല്ലുന്നവനും തൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്, അല്ല അവൻ ജയിലിലാവുകയാണ്. അപ്പോൾ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അതോടെ അവസാനിക്കുകയാണ്. ഇപ്പം ഗ്രീഷ്മയുടെ കാര്യം എന്ത് പറഞ്ഞു, ജ്യൂസിൽ കലക്കി തൻ്റെ കാമുകനെ ഒഴിവാക്കപ്പെടാതെ തന്നെ നേരിട്ട് സംസാരിച്ച് സോൾവ് ആക്കാനായിട്ട് ഇനിയിപ്പം എത്രയോ ആളുകൾ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടെന്നറിയോ. അവർക്ക് രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്, പക്ഷേ അവർക്ക് പിരിയണം, രണ്ടിലൊരാൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരാരും ജ്യൂസ് കൊണ്ടല്ല വന്നത്, സൈക്കോളജിസ്റ്റിനും ജ്യൂസ് തന്നിട്ടില്ല, പരസ്പരം കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും പോസിറ്റീവായിട്ട് മാറുകയാണ്, അല്ലാണ്ട് വെടിവെച്ച് കൊള്ളുകയോ ഒഴിവാക്കപ്പെടും. അപ്പോൾ ഇത്തരം മോഡലുകൾ സമൂഹത്തിലേക്ക് വർദ്ധിച്ചു വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളുണ്ടാകുന്ന ഓരോ കൊച്ചു ടെററും അതിൻ്റെ എല്ലാ വർണ്ണനകളോടും കൂടി ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്കിതൊരു ബെറ്റർ മോഡലായിട്ട് മാറി പല സ്ഥലത്ത് വരുന്നതിൻ്റെ എല്ലാം ഒന്ന് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നൊരു തിയറിയുണ്ട് സൈക്കോളജിയിൽ. വർഷങ്ങളായിട്ട് ഫോം ചെയ്യപ്പെടുന്ന പല അറിവുകളും ചേർന്നിട്ട് പുതിയൊരു കാര്യമായി പോകുന്ന പോലെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലേക്ക് കൊലയും കൊലപാതകവും ക്രിമിനൽ ആസ്പെക്ട്സുകളൊക്കെയും നോർമലൈസ് ചെയ്യപ്പെടും. ഡ്രിങ്ക്സും ഒക്കെ നോർമലൈസ് ചെയ്യപ്പെട്ട് തലച്ചോറിനെ ബാധിക്കുന്നതാണെന്നും മാനസിക രോഗം ഉണ്ടാക്കുന്നതാണെന്നും അറിയാമെങ്കിൽ പോലും പുകയായിക്കോട്ടെ, നമുക്ക് മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുകയും അത് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെയാണ് ട്രെൻഡ്. ആ ട്രെൻഡ് സെറ്റിങ്ങിൻ്റെ തലത്തിലേക്ക് വരുന്നു. അതായത് ഇവർ പൂർണ്ണ ബോധ്യത്തിലല്ല കുട്ടികളും യൂത്തും ടീൻസും ഒന്നും ഇതിലേക്ക് പോകുന്നത്, മറിച്ച് അവർ ട്രെൻഡിൽപ്പെട്ടു പോവുകയാണ്. ഈ ട്രെൻഡിൽപ്പെട്ടു പോകുന്ന ഇവർ തന്നെ പിന്നീട് സൈക്കോളജിസ്റ്റുകളെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് മാനസിക രോഗികളായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ ആയിട്ടോ സ്കിസോഫ്രീനിയ ആയിട്ടൊക്കെ മാറുന്നൊന്നും പത്രത്തിൽ വരില്ല, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വരില്ല. ഇയാൾ മാനസിക രോഗാവസ്ഥയിൽ നിന്നിലേക്ക് തൻ്റെ കൂട്ടുകാരുടെ ട്രെൻഡിൻ്റെ പാർട്ടായിട്ട് പോയിട്ട് സകല ജീവിതം നഷ്ടപ്പെടുത്തി പോയെന്നുള്ളത് ഒരു വാർത്തയും ആവില്ല. ഇങ്ങനെയുള്ള പല ആളുകൾ സമൂഹത്തിൽ വ്യാപരിക്കുമ്പോൾ ഇതിൽ നിന്നും അവരിലേക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ടെററിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പലതിൻ്റെയും ആകത്തുകയായിട്ടാണ് സത്യത്തിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ജയിലുകളിലൊക്കെ പോയിട്ട് ഇവരെ നേരിട്ട് കാണുന്നതൊക്കെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന വലിയ പേരുകൾ ആരെങ്കിലും ഫേസ് ടു ഫേസ് വന്നിട്ടുണ്ടോ? നമ്മളെ ഞെട്ടിച്ച, സാധാരണക്കാരിൽ നിന്ന് ഞെട്ടിച്ച ആളുകൾ അല്ല നമുക്ക് അപ്പം ഞാൻ ചോദിക്കണതല്ല. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ ഇപ്പോൾ ഡോക്ടർക്ക് ഫീൽ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഈ ഋതു എന്ന് പറയുന്ന കുട്ടി നമ്മളോട് പറയുന്നു അയാളുടെ മെന്റൽ സ്റ്റേറ്റ് സ്റ്റേബിൾ ആണ്. അപ്പോൾ പിന്നെ വാട്ട്സ് റോങ് വിത്ത് ഹിം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ചെയ്തിരിക്കുന്നത് 3 കൊലപാതകങ്ങളാണ്, എന്നിട്ട് അയാൾ മെന്റലി ഓക്കെയാന്ന് പറയണം. അപ്പോൾ എന്താണ് അവിടെ പ്രശ്നം? അപ്പോൾ എങ്ങനെയാണ് ക്ലിയർ ആണ്? അപ്പോൾ 2 ചോദ്യങ്ങളുള്ളൂ. ഒന്ന് ജയിലുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ എൻ്റെ കരിയറിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാൻ ആറ്റിങ്ങൽ സബ് ജയിലിൽ അവിടുത്തെ ഒരു കൗൺസിലറായിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു സെമി ഗവൺമെൻറ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ജോലി ചെയ്തത്. പിന്നെ അട്ടക്കുളങ്ങര ഉണ്ടായിരുന്നു, അതൊരു ഡിസ്ട്രിക്ട് ജയിലാണ്. പിന്നീട് നമുക്ക് ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഒരു 3 വർഷക്കാലം ഉണ്ടായത്. പിന്നെ ഈ 500 ഏക്കറിൽ
ഈ തടവുകാർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്നൊരു നെട്ടുകാൽത്തേരി ഓപ്പൺ ജയിലുണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെയും സേവനം ചെയ്തു. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ജയിലുകളിലും ജോലി ചെയ്തിട്ടുള്ള ഏക സൈക്കോളജിസ്റ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള കാറ്റഗറി സബ് ജയിൽ, ഡിസ്ട്രിക്ട് ജയിൽ, സെൻട്രൽ ജയിൽ, ഓപ്പൺ ജയിൽ, അതൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ 2000 തടവുകാരാണ് സെൻട്രൽ ജയിലിലുള്ളത്. അപ്പോൾ ഈ തടവുകാരുടെ ആസ്പെക്ട്സിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ സബ് ജയിൽ, ആറ്റിങ്ങൽ സബ് ജയിലിലെ കൊട്ടേഷൻ സംഘങ്ങളും അടിപൊളി കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ആദ്യത്തെ ഒരു മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹെൽത്തും മൈൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്ന 8 കൊട്ടേഷൻ സംഘങ്ങളാണ്. ഇത് ക്ലാസ് എടുത്തു കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ കാരണം വെച്ചാൽ നമ്മൾ ആ ഹെൽത്തിൻ്റെ പാർട്ടാണ്, അവർ ജയിലിലാണ്, നമ്മളും സേഫാണ്, അവരവിടെ ഓൾറെഡി സെക്യൂർ. പക്ഷേ ഞങ്ങളെല്ലാം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സംസാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ആത്മവിശ്വാസവും അതിനുള്ള ബാക്കപ്പും ഒക്കെ നമുക്ക് വേണം. പക്ഷേ ഇവരെ ആയിക്കോട്ടെ, ഡിസ്ട്രിക്ട് ജയിലിലായിക്കോട്ടെ, സെൻട്രൽ ജയിലിലായിക്കോട്ടെ, 2ഉം 3ഉം കൊലപാതകങ്ങൾ നടത്തിയവരും മുതൽ വലിയ തട്ടിപ്പുകൾ നടത്തിയവരും മുതൽ പല ആളുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ജയിലിനകത്തേക്ക് വന്ന് നമ്മൾ ഇവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവരിൽ പലരും അടിസ്ഥാനപരമായി നല്ല ആളുകൾ തന്നെയായിരുന്നു. ഇതിലൊരു 75% കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള മദ്യത്തിൻ്റെ ബാക്കപ്പിലാണ്. ഇത് മദ്യലഹരിയിലാണ് ഈ കൊലയിലേക്കുള്ള ട്രിഗർ വരുന്നത്. അപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമ്പോൾ നമുക്ക് മദ്യം വരുമ്പോഴത്തേക്ക് അമ്മയാണോ അച്ഛനാണോ അങ്കിളാണോ നോക്കത്തില്ല, സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു തലത്തിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഡ്രഗ്സ് ഇത്ര ശക്തമായിട്ടില്ല, കഞ്ചാവൊക്കെ ഉണ്ട്, അന്നും കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും അവസ്ഥയിലാണ്, ഒരു ബോധമില്ലാതെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ ഈ വ്യക്തികളെല്ലാം നമ്മളെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർ, അപ്പം നമുക്ക് അവിടെ കൗൺസിലിംഗ് റൂമുമായിട്ട് ബന്ധപ്പെട്ട അസിസ്റ്റൻസ് ഒക്കെ തരുന്ന ഇത്തരത്തിലുള്ള തടവുകാർ തന്നെയാണ്. അപ്പോൾ ഇവർ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ള വളരെ നോർമൽ ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ്. ജയിലിൽ സ്വാഭാവികമായിട്ടും അവരുടെ മനുഷ്യാവകാശങ്ങളുണ്ട്, അതായത് ഭക്ഷണവും മറ്റു കാര്യങ്ങളും കെയറൊക്കെ, അതൊക്കെ മറ്റു സെക്ഷനാണ്. സൈക്കോളജി കൗൺസിലിംഗ് പാർട്ടുമായിട്ട് ഹെൽത്തിൻ്റെ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെയാണ് നമ്മൾ വരിക. ഈ വ്യക്തികളെ നന്മയിലേക്ക് നയിച്ച് സ്വഭാവ രൂപവൽക്കരണം നടത്തി സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ജയിൽ വകുപ്പ് ഉദ്ദേശിക്കുന്നതെങ്കിലും നമുക്ക് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് അതിനുവേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് അതിന് തക്ക പരിപാടികളൊന്നും കാര്യമായിട്ട് ജയിൽ വകുപ്പ് നടത്താനുള്ള ഓപ്ഷനില്ല. കാരണം എന്ന് വെച്ചാൽ 20 പേര് കിടക്കേണ്ടടുത്ത് കിടക്കുന്നത് ചിലപ്പോൾ 60 പേരായിരിക്കും. കാരണം നമുക്ക് സ്പേസ് ഇല്ല. അതനുസരിച്ച് ജയിൽ വകുപ്പോ ജയിൽ സിസ്റ്റംസോ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അകത്തേക്ക് വരുന്നയാൾ കൂടുതൽ ശക്തനായ ഒരു ക്രിമിനലായിട്ടാണ് പുറത്തേക്ക് വരിക. കാരണം മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ഷൻസ് വഴി ജയിലിലൂടെ വരുമ്പോൾ മനപരിവർത്തനത്തിന് വേണ്ട കാര്യങ്ങളാണ് വേണ്ടതെങ്കിലും അവരുടെ ഒരു ഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നവരിൽ പലർക്കും അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ നമുക്കില്ല. ഒട്ടേറെ ആൾക്കാർ തങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ പശ്ചാത്തപിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ അന്നേരം ഉണ്ടായ ദുർബല നിമിഷത്തിൽ ഉണ്ടായതാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്ക് അത് സംഭവിച്ചു പോയത്, ഞാൻ മൂലം കുടുംബം അനാഥമായി പോയത്, ഞാൻ മൂലം ചില വ്യക്തികളുടെ സ്വപ്നങ്ങൾ നഷ്ടമായിട്ടുള്ള വേദനകളുമുണ്ട്. പക്ഷെ കാലക്രമത്തിൽ അവരവിടെ കിടന്ന് അവരും ബോറടിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ മനപരിവർത്തനത്തിലോ സ്വഭാവ രൂപവൽക്കരണത്തിനോ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണമെന്ന് അന്നും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നീട് അത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കപ്പെട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ജയിലിൽ അടച്ചു എന്നതുകൊണ്ട് ഇവർ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വീണ്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു പാലക്കാടാണെന്ന് തോന്നുന്നു ഒരു സംഭവം, ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു വീട്ടിൽ ആദ്യം ഒരു ഭാര്യയെ കൊന്നു പോയ ആൾ പിന്നീട് അതിൻ്റെ ഭർത്താവിനെയും അമ്മയും ഒക്കെ വധിച്ചു. ആ 2 പെൺമക്കൾ മാത്രമേ ബാധിക്കുള്ളൂ. അപ്പോൾ ഈ ക്രിമിനൽ മൈൻഡ് ഇവരുടെ ഉള്ളിലുള്ളത് ജയിലിലേക്ക് ജസ്റ്റ് കടത്തിയോണ്ട് മാത്രം മാറില്ല. അതിന് സൈക്കോതെറാപ്പിയുടെ ആവശ്യമുണ്ട്, ജയിലിലൊരു റീഫോർമേഷൻ പ്രോഗ്രാമുകളൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞ ഈ കുട്ടിയുടെ കാര്യം, അവന് മെൻ്റലി ഹെൽത്തി ആണെന്ന് പറഞ്ഞു. അവിടെ അറിയേണ്ടത് ഈ മെൻ്റലി ഹെൽത്തി ആണെന്നുള്ള ആരാണ് റിപ്പോർട്ട് ചെയ്തത്? ഏതെങ്കിലും മാനസിക രോഗാവസ്ഥ, ഡിപ്രഷനോ അൻസൈറ്റിയോ OCD-യോ സ്കിസോഫ്രീനിയോ അടക്കമുള്ള രോഗാവസ്ഥകളില്ലെന്ന് മാത്രമായിരിക്കും സൂചിപ്പിക്കുക. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇപ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ തലങ്ങളിൽ ഈ വ്യക്തിയെ കണ്ടാൽ നോർമലാണ്. ഈ വ്യക്തിയുടെ പർട്ടിക്കുലർ സ്ഥലത്ത് പർട്ടിക്കുലർ ബിഹേവിയർ വരുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ നോക്കുമ്പോൾ ആ കുട്ടി എന്ത് ശാന്തനായ കുട്ടിയാണ്, ഈ ശാന്തനായ കുട്ടി തന്നെയാണ് ഗിവൺ ടൈമിൽ മറ്റേ ആളുടെ കഴുത്ത് മുറിച്ചത്, അല്ലെങ്കിൽ ശാന്തമായിട്ട് വന്നു തന്നെയാണ് ചില ക്രൈമൊക്കെ നടക്കുന്നത്. സിനിമയിലും കാണിക്കൊണ്ട് വില്ലൻ എപ്പോഴും ഭയങ്കര ഡീസൻ്റാണ്, വലിയ സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് വില്ലൻ വരുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ട വില്ലൻ എപ്പോഴും ഭയങ്കര ഗ്ലാമറസ് ആയിട്ടും സ്യൂട്ടും കോട്ടും ഇട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോമൽസൊക്കെ ധരിച്ച് വന്നിട്ട് അയാൾ വന്നിട്ട് വെടിവെച്ചിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ അപ്പോൾ ഈ രീതിയിലേക്ക് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടാൽ ശാന്തം, പാവം, സുന്ദരം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ കൊലപാതകങ്ങളിലേക്കൊക്കെ നയിക്കപ്പെടുന്ന രീതിയിലേക്ക് പല ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേണും ഇവരിലേക്ക് കിടക്കുന്നുണ്ടാകും. അതിൻ്റെ പേഴ്സണാലിറ്റി ഡയമെൻഷനൊന്നും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ അത് പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ
കണ്ടെത്താൻ പറ്റിയാലോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനിലേക്ക് വരുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവരുടെ ഉള്ളിൽ ഫോം ചെയ്ത് കിടക്കുന്ന അമ്മയോടുള്ള ദേഷ്യമോ അച്ഛനുള്ള ദേഷ്യമോ സമൂഹത്തുള്ള ദേഷ്യമോ മറ്റെന്തെങ്കിലും ദേഷ്യമോ ഒക്കെ ആയിട്ടായിരിക്കും പലപ്പോഴും വരിക. ഇതിനെ പ്രോപ്പറായിട്ട് വരാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പലപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ തുടക്കം മുതലേ മാനസികാരോഗ്യത്തിന് സത്യത്തിൽ റോളില്ല. നമുക്കിപ്പോഴൊരു മനസ്സിന് നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് ഇന്നത് ചെയ്താൽ മതി എന്നുള്ള ഏതെങ്കിലും ബുക്ക് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളുണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്, നമുക്ക് അവരെ അടുത്ത് ചെല്ലാൻ പറ്റും. യോഗയും മറ്റ് മെഡിറ്റേഷനൊക്കെ ഒരു പരിധിവരെ വേറെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ റിക്കവറിയിലേക്ക് എത്തണമെന്നുള്ള പാഠ്യപദ്ധതി ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ സൈക്കോളജി അല്ലെ സൈക്കോളജിക്കലിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ചെറിയ ക്ലാസ് മുതലേ കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ ഈ നിസ്സാര പ്രശ്നങ്ങൾക്ക് ഈ കെട്ടിടത്തിന് മേളിൽ നിർത്തിയാടുന്ന കേസുകളും അല്ലെ ജീവനെടുക്കുന്ന കേസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്ന, മാനസികാരോഗ്യത്തെ കേന്ദ്രീകരിക്കുന്ന, മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മറികടന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ലാത്ത ഏതൊരു വിദ്യാഭ്യാസവും അറിവ് മാത്രമേ നൽകുന്നുള്ളൂ. ഒരു ടെററുള്ള അല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറുള്ള, ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ ഋതുവിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ക്യാരക്ടറിനെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ പാറ്റേൺ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അത്തരത്തിലുള്ള അറിവുകൾ കയറിയിട്ടൊരു സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള ആൻറ്റി സോഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തിയെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല വളരെ. അപ്പോൾ പക്ഷേ ഇയാളുടെ പെരുമാറ്റങ്ങളെല്ലാം കൊള്ളയോ കൊലപാതകങ്ങളോ ഒക്കെയുള്ള രീതിയിലേക്ക് സമൂഹത്തിന് ഹാനികരമാകുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ സമൂഹത്തിൽ പല ആളുകൾ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ചില കുട്ടികളായിരിക്കും അധ്യാപകർക്ക് നേരെ പ്രതികരിക്കുന്നത്, ഇതിൽ ചില കുട്ടികളായിരിക്കും അമ്മയ്ക്കോ അച്ഛന് നേരെ പ്രതികരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓരോ കമ്മീഷനും വന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടി പാവമാണെന്ന് പറയുന്നതിലല്ല, കുട്ടിയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള കുട്ടികളാണ് ഇനി വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ തുടക്കം മുതലേ മാനസികാരോഗ്യത്തിന് വേണ്ട തരത്തിലുള്ള പരിശീലനങ്ങളും കൗൺസിലിംഗ് ഒക്കെ മാൻഡേറ്ററി ആക്കി ഓരോ തലത്തിലും വ്യക്തിത്വത്തിൻ്റെ ശോഭ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് ഉറപ്പുവരുന്ന രീതിയിലേക്ക്, സമഗ്രമായിട്ടുള്ള രീതിയിലേക്ക് കുടുംബത്തെ കേന്ദ്രീകരിച്ചും സ്കൂളുകളെ കേന്ദ്രീകരിച്ചും സൊസൈറ്റിയിലേക്ക് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. പക്ഷേ നിലവിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഇപ്പോൾ കുടുംബത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇന്നത്തെ തലമുറയ്ക്ക് അതും ഒരു പ്രശ്നമുണ്ട്. അവർക്ക് കുടുംബം ഒരു അനാവശ്യ കാര്യമായിട്ട്, അത് ഭയങ്കര അലാമിംഗ് ആയിട്ട് വരുന്നുണ്ടത്. എനിക്ക് കല്യാണം വേണ്ട, ഞാൻ കണ്ടിട്ടുള്ള കല്യാണങ്ങളിലൊക്കെ പ്രശ്നമാണ്, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ, അതൊരു നല്ല പ്രവണതയല്ല ഒരു സമൂഹത്തെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇന്നത്തെ കുട്ടികൾ എത്തുന്നത് എന്തുകൊണ്ടാവുന്നത് ആലോചിച്ചു. സംഗതി സത്യമാണ്. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളൊരു ഒരു ധ്വനിയുണ്ട്. ഇങ്ങനെ കേട്ടിട്ട് കുറേ ആൾക്കാർ കല്യാണം വേണ്ടെന്ന് വെക്കുന്നുണ്ട്. മനസ്സിലായില്ല? കാരണം പല ഇൻ്റർവ്യൂസിലും വന്നു ആകെ 2 പേരെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് കേട്ടിട്ടുള്ള ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലേ. കാരണം പല സ്ഥലത്ത് ഇങ്ങനത്തെ ചർച്ച വന്നു കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി വരും. എന്നാൽ ഇതിനിടയ്ക്ക് ഒരുപാട് ഇവൻറ്റ് മാനേജ്മെൻറ്റും കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം വേണ്ടെന്ന് വിചാരിച്ച പാർട്ടിക്ക് തന്നെ 5-6 കൂട്ടുകാർ കല്യാണത്തിന് പോയി കഴിഞ്ഞ് പിന്നെയാണ് തിരിച്ചറിയുന്നത് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഈ 6-7 പേരൊക്കെ അവർ കല്യാണം കഴിച്ചു, ഞാൻ പെട്ടുപോയി. അപ്പോൾ അയാൾക്ക് നല്ല കല്യാണമൊക്കെ പോലും വേണ്ടെന്ന് വെച്ചു. വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത പല ആൾക്കാരും വിവാഹം കഴിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇങ്ങനെയും നടക്കുന്നുണ്ട്. ചില ആളുകളെങ്കിലും വിവാഹം വേണ്ടാന്ന് വെക്കുന്നതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. അച്ഛനും അമ്മയും നോക്കിയിട്ട് നിങ്ങൾ ജീവിച്ച പോലുള്ള ജീവിതമാണെങ്കിൽ എനിക്ക് വേണ്ട. അപ്പോൾ മോഡൽ എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ഇത്ര കാലം പുറമേക്ക് വന്നിരുന്നില്ല, വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ നിന്ന് വിവാഹത്തിലേക്ക് വന്നിരുന്ന, നമുക്ക് കുറേ മുമ്പ് കല്യാണം കഴിച്ചു പോയ തലമുറകൾ തന്നെ പല സ്ഥലങ്ങളിലും ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കാര്യങ്ങൾ വന്നിട്ട് സിംഗിൾ ലൈഫ്, സോളോ ഡ്രൈവ്, സോളോ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡിൽ വിടുമല്ലോ. ഈ സോളോ എന്ന് പറഞ്ഞ ആൾക്കാർ പോയിട്ട് വേറെ ആൾക്കാരുടെ കൂടെയാണ് പോകുന്നത്, അത് വേറെ വിഷയം. നമുക്ക് വിവാഹം കഴിക്കാം. സോളോ പോകുന്ന ആൾക്കാരുടെ തന്നെ സോളോ ട്രാവൽ എന്ന് പറയുന്ന ആൾക്കാർ അവർ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ അവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരുത്തർ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ഫ്രീഡം എന്ന് പറയുന്നൊരു ആംഗിൾ വന്നപ്പോഴേക്കും വിവാഹ ജീവിതം ഫ്രീഡത്തിന് വിരുദ്ധമാണെന്ന്, അവിടെ ഒരു നല്ലൊരു പങ്കാളിയെ കിട്ടുന്നില്ല എന്നുള്ളതോ, പല ആൾക്കാരുടെയും വിവാഹം കഴിയുന്നു 4-ാം ദിവസം ചിലപ്പോൾ ഡിവോഴ്സ് ആവുന്നു, ചില ആളുകൾ വിവാഹ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നു, ഡിവോഴ്സിൻ്റെ റേറ്റ്സ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ഉള്ള വാർത്തകളൊക്കെ ഇവിടെ വരുമ്പോഴേക്കും സത്യത്തിൽ ഈ യുവജനം യൂത്ത് കൺഫ്യൂസ്ഡായി. അവർ കൺഫ്യൂസ്ഡായിട്ട് കെട്ടണോ വേണ്ടയോ എന്നായി. വേറെ മോഡൽസ് വന്നു, ലിവിങ് റിലേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്, പേര് പോലും എനിക്കറിയില്ല. പുതിയ ഓപ്ഷൻസ് ഇപ്പോൾ 2 ദിവസം ഒരു വളവിൽ വെച്ച് പരിചയപ്പെട്ടാൽ അവിടെ ലവ് ആയിക്കഴിഞ്ഞാൽ അതിനെന്തോ പേരുണ്ട്, നേർവഴിയിൽ പരിചയപ്പെട്ടാൽ അതിനെന്തോ പേരുണ്ട്, റെസ്റ്റോറൻറ്റിൽ പരിചയപ്പെട്ടാൽ അതിനെന്തോ പേരുണ്ട്. എന്ന് വെച്ചാൽ
ഇവരുടെ ഓരോന്നിനെ ഇപ്പോൾ ബെസ്റ്റി എന്ന് പറഞ്ഞ പേരുണ്ടാക്കിയ പോലെ യൂത്ത് അവർക്ക് വേണ്ടി കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഓരോ പേരുകൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പഠിച്ച് റിസർച്ച് വരുമ്പോഴത്തേക്ക് പുതിയ പേര് വരും. തൽക്കാലം ഞാൻ അതായത് പുതിയ ഒരു ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ പോവുകയാണ്. പക്ഷേ കൺസൾട്ടേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവർ ഇൻഡിവിജ്വലി ഇവർ പലരും സെറ്റല്ല, ഇവരെല്ലാം റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ തന്നെയാണ്. അപ്പോൾ അവനെ ശരിയായിട്ടില്ല, അല്ല ഇവളെ ശരിയായിട്ടില്ല, ഇവളും അവനും ഉള്ളപ്പോൾ തന്നെ വേറെ രണ്ടുപേര് സ്റ്റെപ്പിനി വരുന്നുണ്ട്. ആ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ മൂന്നാമതൊരു സ്റ്റെപ്പിനി. ഇതൊക്കെ വേറെ പേരുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് ആളുകൾ വിവാഹം വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഓൾറെഡി വിവാഹ ജീവിതം പോലെ തന്നെ ഒരു ജീവിതം ഓൾറെഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫ്രീഡത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഘട്ടത്തിൽ ഇപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്കുള്ള കുറേ ട്രെൻഡുകൾ എന്ന് പറഞ്ഞാൽ വിവാഹം വേണ്ടെന്നായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ 35 വയസ്സായി, ഇപ്പോൾ ഒരു കൂട്ട് കിട്ടിയാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഏജ് ഓവറായി, ഇനിയിപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ട്രെൻഡിൽ പോയിരുന്ന ചില ആളുകൾ വന്നിട്ട് ആ ട്രെൻഡ് അത് ചുമ്മാ പറ്റിക്കൽ സാധനം, എന്നോട് വിവാഹം വേണ്ടെന്ന് പറഞ്ഞവരെല്ലാം കെട്ടിപ്പോയി എന്ന് പറഞ്ഞൊരു പറ്റിക്കൽ. അപ്പം ഞാനിപ്പോൾ മേ ബി ഒരു യൂത്ത് അത് കാണുന്നുണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞതോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും തീരുമാനം മാറ്റുകയും ആ വിവാഹത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഒരു കാര്യം ക്ലിയറാണ്, നമ്മുടെ സിവിലൈസ്ഡ് ആയിട്ട് ലോകം ഇങ്ങനെ മാറി മാറി വന്നിട്ട് പലരും പല വഴിക്കൊക്കെ പോയിട്ട് വന്ന് ലാസ്റ്റ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായൊരു ഒരു മൈക്രോ യൂണിറ്റായിട്ട് കുടുംബം എന്ന് പറഞ്ഞ ലെവലിലേക്ക് വന്നതും ലോകത്തിലെ ഏറ്റവും അധികം ഇന്നും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതും ഫാമിലി എന്ന് പറഞ്ഞ യൂണിറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളീ പറഞ്ഞ ടെററിൻ്റെ വാർത്തകളാണ് പത്രത്തിൽ വരുന്നതെന്ന് പറഞ്ഞ പോലെ ഡിവോഴ്സിൻ്റെ വാർത്തകളാണ് പത്രത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ 800 ഫാമിലീസ് ഡിവോഴ്സ് ആയെന്ന് പറയുക. അപ്പം ഈ 8 ലക്ഷം ഫാമിലീസ് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഫാമിലീസിലും മനുഷ്യനാണോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് തർക്കങ്ങളൊക്കെ പരിഹരിച്ച് രണ്ടുപേരും പേഴ്സണാലിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്ത് പോകാനായിട്ട് യഥാർത്ഥം ചെയ്യേണ്ടത് വിവാഹത്തിന് മുൻപുള്ള പരിശീലനങ്ങൾ ആവശ്യമുണ്ട്. പ്രീ മാരിറ്റൽ ട്രെയിനിങ് അല്ല പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത്. വിവാഹത്തിന് ശേഷം പോസ്റ്റ് മാരിറ്റൽ കൺസൾട്ടേഷൻ പോലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു ഓഫീസിലാണെങ്കിൽ ഇൻഡക്ഷൻ ട്രെയിനിങ് നടത്തില്ലേ, ആ സ്റ്റാഫ് വരുന്നു, സ്റ്റാഫിന് ഇനീഷ്യൽ ട്രെയിനിങ് ഉണ്ട്, അതിനുശേഷം ഓരോ പ്രൊഡക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്, പീരിയോഡിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഞാൻ കോർപ്പറേറ്റ് ട്രെയിനറുടെയാണ്. അപ്പോൾ അങ്ങനെ പല ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നു. ഇങ്ങനെ എത്രയോ നാളുകൾ ട്രെയിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാഫായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിക്കുന്ന ആൾ അന്ന് സൂപ്പർ ഇവൻ്റാണ്, കടലിനടിയിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്, ചില ആകാശത്ത് ചാടിയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ കല്യാണം കഴിച്ചു, ഈ പരിപാടിക്ക് വേണ്ടി അവർ ലക്ഷങ്ങളാണ് മുടക്കുക. ഇത് രണ്ടുപേരും അവരുടെ പേഴ്സണാലിറ്റി ഒന്ന് കറക്റ്റ് ചെയ്യാനോ ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടുമാണ്. അപ്പോൾ ഇവർ എന്താണ് സേവ് ദ ഡേറ്റിലൊക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി എൻ്റെ പേഴ്സണാലിറ്റി എനിക്ക് ദേഷ്യം കൂടുതലാണ്. മറ്റേ ആൾക്ക് പെട്ടെന്നൊരു ഇമോഷൻസ് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഞാനൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വേണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പോലും ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ലൈഫ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നും മനസ്സ് പരിശീലിപ്പിക്കണമെന്നും വ്യക്തിത്വം ഗ്രൂം ചെയ്യണമെന്നുള്ളത് മലയാളി സമൂഹം മനസ്സിലാക്കി വരുന്നുള്ളൂ. ലോക സമൂഹം തന്നെ മനസ്സിലാക്കി വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് മനസ്സിലാക്കി വരുന്നുണ്ട്. പ്രീ മാരിറ്റൽ കോഴ്സുകളോ അല്ല എന്നൊക്കെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനും എന്നെ ഒന്ന് ശരിയാക്കിയേക്കാം എന്ന് വിചാരിച്ച് വരുന്നവരും, വിവാഹം കഴിക്കാൻ തീരുമാനം എടുക്കാൻ വേണ്ടി വരുന്നവരും, വിവാഹം കഴിഞ്ഞ് ഒരു 1 ഇയർ വരെയും സപ്പോർട്ടുകൾ എടുക്കുന്നത്. നമ്മളൊരു വണ്ടി പുതിയ മേടിച്ചാലും 6 മാസത്തിലൊന്ന് സർവീസുണ്ട്, 1 ഇയർ കഴിഞ്ഞ് സർവീസുണ്ട്, 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സർവീസുണ്ട്. മനുഷ്യന് മാത്രം സർവീസില്ല, റിലേഷൻഷിപ്പിന് മാത്രം സർവീസില്ല. സർവീസ് ആയില്ലെങ്കിൽ വണ്ടി കട്ടപ്പുറത്താവും. അത് നോർമൽ സംഭവമല്ലേ. അത് അവർ വിവാഹത്തെ ഒഴിവാക്കുക എന്നുള്ളതല്ല, വിവാഹമാണ് അന്ന് ഇന്നും എന്നും ഏറ്റവും സുന്ദരമായ ഒരു ഫോം. ഇടയ്ക്കൊരു കാര്യം ഞാൻ ഫ്രീഡത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം പറയാണ്. എനിക്ക് ഫ്രീഡം വേണമെന്ന് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും അന്തസ്സോടുകൂടി തന്നെയാണ് പറയുന്നത്, അതിന് തെറ്റില്ല. ഇപ്പം ഞാൻ വെറുതെ ഒന്നൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഈ ഫ്രീഡത്തെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പം അത് പിന്നീട് കൺസൾട്ടേഷനായിട്ട് കേസുകളായിട്ട് വരുമല്ലോ. അപ്പോൾ അവർ സാർ എനിക്ക് ഫ്രീഡം വേണം. അപ്പോൾ ഈ ഫ്രീഡത്തിൽ നിന്ന് വന്ന് കുറേ കാലം കഴിഞ്ഞ് ഇവർ ഈ കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ നമുക്കൊരു മൈൻഡ് ബിഹേവിയർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ബിഹേവിയർ മേക്ക് ഓവറും പെർഫോമൻസ് മേക്ക് ഓവറും ഒക്കെയാണ്. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കും ഞാൻ ആ ഫ്രീഡത്തിനകത്തേക്ക് പോയി നല്ലൊരു ഡക്കടിച്ചായി. ഫ്രീഡത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായി, ആ റിലേഷൻഷിപ്പിന് അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയി, പിന്നെ അത് അബോർട്ടായിട്ട് വന്നു. ഫ്രീഡത്തിലേക്ക് പോയിട്ടുണ്ട്. പയ്യന് അവനിപ്പം അവൻ്റെ ആൽക്കഹോളിസം ഹൈ ഡിപ്പെൻഡൻസി ആയി. ഞാൻ നോക്കിയപ്പോൾ ഈ ഹൈ ഫ്രീഡത്തിൽ വന്ന ആളുകൾ ഒന്നെങ്കിൽ ഒക്കെ അവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് പോയിട്ട് അവർ മൾട്ടിപ്പിൾ പാർട്ട്ണറോ അല്ലെങ്കിൽ അവരുടെ ഒരു ലിവിങ് റിലേഷനോ അങ്ങനെയുള്ള ലെവലിലേക്ക് വരുന്നു. ഫ്രീഡത്തിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ. ഡ്രഗ്സോ സ്മോക്കിങ്ങോ ഡ്രിങ്ക്സിൻ്റെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വെറുതെ ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. പക്ഷേ എനിക്ക് ഫ്രീഡം വേണം അമ്മ അപ്പ എന്ന് പറഞ്ഞ ആളുകൾ ഒരു സയൻറ്റിഫിക് ഇന്നവേഷൻസിന് വേണ്ടി സമയം ഡെഡിക്കേറ്റ് ചെയ്ത് പോയത് ഇതുവരെ കണ്ടിട്ടില്ല.
അവരേതെങ്കിലും ഒരു ലോകരാജ്യം ഏതെങ്കിലും പുതിയൊരു കണ്ടുപിടുത്തത്തിന് വേണ്ടി പോയതൊന്നും കണ്ടില്ല. ഒരു ബുക്ക് എഴുതാൻ വേണ്ടി ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് മാറിയിരുന്നിട്ട് വിവാഹം വേണമെന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതുന്നവരോ കവിത എഴുതുന്നവരോ ഒരു സിനിമ പിടിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ പുതുതായ രീതിയിലേക്ക് ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ടീൻസോ യൂത്തോ എനിക്ക് ഫ്രീഡം വേണം, ഐ വാണ്ട് ടു ഡു സംതിങ്, എനിക്ക് പുതിയൊരു എയ്റോപ്ലെയിന് പകരം പുതിയൊരു സാധനം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പോകുന്നൊന്നും കാണുന്നില്ല. ഈ ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് പോകുന്ന ആളുകളെല്ലാം പല ചിലന്തിവലകളിൽ പോയി പെട്ട് കിടക്കുന്നതാണ് പറയുക. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡ്രഗ്സിനും ഡ്രിങ്ക്സിനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിലേക്ക് പോയിട്ട് എങ്ങും എത്താതെ പോകുന്ന കുറേ നിരാശകളിലേക്കും ഡിപ്രഷനിലേക്കും സ്വയം പോയി ചാടുന്ന സംഭവമാണ് ഫ്രീഡം എന്ന രീതിയിലേക്ക് ട്രെൻഡായിട്ട് ഡിഫൈൻ ചെയ്യുന്നെങ്കിൽ ഫ്രീഡം എന്ന വാക്കിനെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി തൻ്റെ സെൽഫ് എസ്റ്റീമിൽ നിന്നുകൊണ്ട് തൻ്റെ കപ്പാസിറ്റികൾക്കും താൻ ഈ ലോകത്തിലേക്ക് ജനിച്ചതിനൊരു കൃത്യമായൊരു നിർവചനമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും ലോകത്തിനൊരു കൃത്യമായൊരു കോൺട്രിബ്യൂഷൻ നൽകുന്ന ലെവലിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ലീഡർഷിപ്പ് ലെവലിലേക്കും അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ കോൺഷ്യസ്നെസ് ഒക്കെ ഞാൻ ചിലപ്പോൾ വിളിക്കും. നമുക്ക് ഈ സമൂഹത്തിൽ ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പൊറോട്ട ഇറച്ചി മാത്രം കഴിച്ചിട്ട് അല്ലെങ്കിൽ ബിരിയാണിയും കഴിച്ച് 3 നേരം ഭക്ഷണം കഴിക്കുകയും തോന്നുന്ന സമയത്തെല്ലാം മദ്യപിക്കുകയോ അല്ലെങ്കിൽ തോന്നുന്ന പോലെ തന്നെ ക്രാഷ് ഡ്രൈവ് ചെയ്ത് കുറേ പേര് ജീവനെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയോ ഒരു ഓർഡർ ഇല്ലാതെ പോവുകയും ചെയ്തിട്ട് എപ്പോഴോ മരിച്ചു പോകുന്നതിന് വേണ്ടിയാണ് ജനിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഫ്രീഡത്തിൻ്റെ ഡയമെൻഷനിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടത് താൻ ആരാണ്, തൻ്റെ കപ്പാസിറ്റീസ് എന്താണ്, തൻ്റെ ടാലൻസ് എന്താണ്, താൻ എവിടെയാണ് എത്തേണ്ടത്, താൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ലെവലിലേക്ക് ഒരു ഓറിയൻറ്റേഷൻ സമൂഹത്തിൽ വരുന്ന ഇത് ട്രെൻഡായി മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പകരം ട്രെൻഡായി മാറുന്നത് മാത്രം വേറെ സംഭവങ്ങളാണ് പലപ്പോഴും വരുന്നത്. അതൊരു രസകരമായൊരു സോഷ്യൽ സൈക്കോളജി ഒബ്സർവേഷനാണ്. ആരോടും വിരോധമില്ല, ഞാൻ ജനറലായിട്ടൊരു ഒബ്സർവേഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.